ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ബ്രൗൺ പാർട്സ് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ എല്ലാ ബ്രെഡും ഞാൻ എടുത്ത് ബ്രൗൺ പാർട്സ് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കൊരു ബട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ ബ്രെഡ് പീസുകൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ എടുത്ത് കുറച്ച് മിൽക്കും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കുറേശ്ശെ പാല് ചേർത്ത് ഇങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ആ പാനിലേക്ക് തന്നെ കുറച്ച് പാല് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് പാല് നല്ലവണ്ണം തിളച്ച ശേഷം നമുക്ക് ഈ കസ്റ്റാർഡും മിൽക്കും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളത് ഈ മിക്സർ ഇതിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അത് കുറുകി വന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സായിട്ട് കുറച്ച് ബദാമും പിസ്തയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കാം. ആ പാത്രത്തിലേക്ക് നമ്മളിത് ഓരോ ലെയറായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്രെഡ് പീസുകൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ചെറുതാക്കി വെച്ചു. ഇത് അതിൽ നിറച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ മിക്സർ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 ലെയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഒരു ലെയറാക്കി അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സർ ചേർത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു 4 ലെയറോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് നമുക്കത് ഒന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ചൂടുണ്ട്, അത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഫ്രീസ് ചെയ്യാൻ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ നല്ല അടിപൊളി സ്വീറ്റ് ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.